ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ അസം, ത്രിപുര, ബംഗാൾ എന്നിവിടങ്ങളിൽ ചലോ ബംഗ്ലാദേശ് എന്നൊരു പ്രസ്ഥാനം രൂപപ്പെട്ടിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും ഹൈന്ദവ സംഘടനകളിലും പെടുന്നവരാണ് ചലോ ബംഗ്ലാദേശ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ബാനറിൽ ഇപ്പോൾ അതിർത്തിയിലേക്ക് ഒരു വലിയ മാർച്ച് നടന്നിരിക്കുന്നു. ആ മാർച്ച് പോലീസും BSFും ചേർന്ന് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരാരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. 60,000-ഓളം പേർ പങ്കെടുത്ത ഒരു വലിയ മാർച്ചാണ് അസാമിലെ കരിംഗഞ്ചയിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശിൻ്റെ സുധാർഗണ്ഡി അതിർത്തിയിലേക്ക് നീങ്ങിയത്. ഈ മാർച്ചാണ് ഇപ്പോൾ BSFും അസം പോലീസും തടഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനവധി മാർച്ചുകൾ ആണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നടക്കുന്നത്. അതായത് അസമിൻ്റെ നടന്ന മാർച്ചാണ് ഈ 60,000 പേർ പങ്കെടുത്ത മാർച്ച്. ബംഗാളിലും ഒപ്പം തന്നെ ത്രിപുരയിലും ഇത്തരം മാർച്ചുകൾ അതിർത്തിയിലേക്ക് നടക്കുന്നുണ്ട്. മാർച്ചിന് വലിയ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഈ ചലോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് RSSൻ്റെ നേതാക്കളടക്കം ഈ റാലിയിലും മറ്റും പങ്കെടുക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയവും സംഘടനകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഒപ്പം തന്നെ ചിന്മയ് കൃഷ്ണദാസിനെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നുമുള്ളതാണ് പ്രധാന ആവശ്യം. ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ അതിർത്തിക്ക് ഇരുപുറവും സംഘർഷത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുകയാണ് പുതിയ നീക്കം. ഏതായാലും വലിയ റാലിക്ക് തുടക്കമായിരിക്കുന്നു. ചലോ ബംഗ്ലാദേശിൻ്റെ പ്രതിനിധികൾ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിലും ഇതുപോലെ അനവധി റാലികൾ ചെറുതും വലുതുമായ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറാൻ തങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും. കാരണം അവിടെ നിന്ന് സ്വാമിയെ മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി ഈ റാലിയിൽ പങ്കെടുത്തവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.